അപ്പം ഞാൻ അടുത്ത കഥ പറയാണ് ഗൈസ്. സോ അടുത്ത കഥേൻ്റെ പേരാണ് പാലപ്പൊന്നീൻ്റെ കഥ. അപ്പം പാലപ്പൊന്നീൻ്റെ കഥയിൽ ഒരു ഉണ്ണിയുണ്ട്. അപ്പം ഈ ഉണ്ണിക്ക് ഒരു ദിവസം രാവിലെ ഒരു പാലപ്പം കിട്ടി ബ്രേക്ക്ഫാസ്റ്റിന്. നല്ല രസമുണ്ട്, യമ്മി. പിന്നെ പിറ്റേ ദിവസവും പറഞ്ഞ് ഇന്നും പാലപ്പം ഉണ്ടാക്കുക. Winter, be quiet. എന്നിട്ട് Winter, be quiet. അല്ല, എന്നിട്ട് ഒരു ദിവസം ഈ ഉണ്ണി പറഞ്ഞു ഇന്നും പാലപ്പം ഉണ്ടാക്കും അമ്മേ. അപ്പം അമ്മ പറഞ്ഞു വേണ്ട മോനെ, എപ്പോഴും ഉണ്ടാക്കൂല, അടുത്ത ആഴ്ച ഉണ്ടാക്കാം ഞാൻ. എന്നിട്ട് സാദായി ഈ പാലപ്പൊന്നി. എന്നിട്ട് അന്നേരം അമ്മ ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോൾ ഉണ്ണി ഉറങ്ങിയിട്ടില്ലായിരുന്നു. പതുങ്ങി കിച്ചണിൽ പോയി ഒരു പാലപ്പെടുത്ത് അങ്ങോട്ട് പശുവിൻ്റെ ചാണകം ഇടുന്ന അങ്ങോട്ട് പോയി. എന്നിട്ട് ആ പാലപ്പം കുഴിച്ചിട്ടു. പറഞ്ഞു നാളെ നീ ഒരു ചെടിയാവണം, അല്ലെങ്കിൽ അവൻ്റെ കയ്യിലൊരു കത്തി ഉണ്ട് എപ്പോഴും, അത് വെച്ചിട്ട് നിന്നെ ഞാൻ മുറുക്കി വെട്ടിക്കളയും. അതുകൊണ്ട് നാളെ നീ ഒരു ചെടിയാവണം, ഇല്ലെങ്കിൽ ഞാൻ വെട്ടിക്കൊല്ലും നിന്നെ പറഞ്ഞിട്ട് പിറ്റേ ദിവസമായപ്പോൾ അതൊരു ചെറിയൊരു ചെടിയായിട്ടുണ്ട്. എന്നിട്ട് അന്ന് പാലപ്പൊന്നി പറഞ്ഞു നാളെ നീ ഒരു മജമാവണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വെട്ടിക്കൊള്ളും. പിന്നെ പിറ്റേ ദിവസം അതൊരു വലിയ മരമായി. കുറേ പാലപ്പം ഉണ്ട്. എപ്പോഴും അത് തിന്നാൻ പറ്റുമല്ലോ. അമ്മയ്ക്കും മേദനും നാത്തായ്ക്കും അവരുടെ കുട്ടികൾക്കും ഒക്കെ പാലപ്പം കൊടുത്ത് ഉണ്ണിയും കഴിച്ചു. ഒരു ദിവസം ഇങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ണി മയത്തിരിക്കുമ്പോൾ അതുവരെ ഒരു രാക്ഷസി വന്നു. ഒരു വയസ്സായ അമ്മൂമ്മേൻ്റെ വേഷത്തിലാണ് വന്നത്. എന്നിട്ട് ഈ ഉണ്ണീനെ കണ്ടപ്പോൾ നല്ല തുടുത്തൊരു കുത്തി. ഇതിനെ കത്തുകൊണ്ടുപോയി തിന്ന് കറിയാക്കി നല്ല യമ്മി ആയിരിക്കാവോ? നോക്കാം. എന്തെങ്കിലും ഒരു ഐഡിയ വെച്ച് ഈ കുട്ടീനെ പിടിക്കണം, പിന്നെ തിന്നാൻ പറ്റുമല്ലോ. എന്നിട്ട് ഈ രാക്ഷസി എന്ന് വെച്ചാൽ അമ്മൂമ്മ ഇവനോട് സ്നേഹത്തിൽ ചോദിച്ചു, ഏയ് കുട്ടി, നീ എനിക്ക് കുറച്ച് പാലപ്പം തരുമോ പ്ലീസ്? അങ്ങനെ പറഞ്ഞ്. എന്നിട്ട് ശരിയെന്ന് പറഞ്ഞു. തലയ്ക്ക് ചെന്ത് പാലപ്പം എത്തും. അത് എന്നിട്ട് അമ്മൂമ്മ പറഞ്ഞ് അയ്യോ ഇത് ശല്ലിയിൽ വീണു പോയല്ലോ മോനെ, നീ താഴെ ഇറങ്ങിത്താ, അപ്പോൾ എനിക്ക് ഈസിയായി എടുക്കാൻ പറ്റും. താഴെ ഇറങ്ങി കൊത്തു. ശരി. എന്നിട്ട് അമ്മൂമ്മ അങ്ങോട്ട് ഒന്നിനെ പിടിച്ച് ചാക്കിൽ തോച്ച ഓട്ടം. ആ അമ്മൂമ്മ ആരാണ്? കറക്റ്റ്, രാക്ഷസി. രാക്ഷസി ഇങ്ങനെ വേഗം നടക്കുക. ഉണ്ണി കുത്തി മാന്തി എന്നിട്ട് ഒന്നും പറ്റിയില്ല. രാക്ഷസി ഇങ്ങനെ വേഗം
നടക്കുകയാണ്. ഉണ്ണീൻ്റെ കയ്യിൽ എന്ത് കത്തിയുണ്ട്. രാക്ഷസി അങ്ങോട്ട് കുളിക്കാറിങ്ങിയപ്പോൾ കത്തിയിടുക. അല്ലെങ്കിൽ എന്നിട്ട് ചാക്കിൽ കുറച്ച് ചളിയും ഇലയൊക്കെ വെച്ചു. എന്നിട്ട് കെത്തി ഒച്ച ഓത്തം വീട്ടിലേക്ക്. മഴത്ത് നേരെ പോയി ഇരുന്നു. രാക്ഷസി വന്ന് നോക്കിയപ്പോൾ ചാക്ക് തലയിൽ വെച്ചിട്ടായിരുന്നു ഓടുന്നത്. തലയിൽ വെച്ചതും ഈ രാക്ഷസി പറഞ്ഞു, അയ്യേ കുത്തി എൻ്റെ തലയിൽ മൂത്രമൊഴിക്കുകയെന്ന് രാക്ഷസി പറഞ്ഞ്. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എന്ത് അയ്യേ എന്ന് പറഞ്ഞു രാക്ഷസി. കാരണം എന്താണ് ഉള്ളില്? ചളി, എര, മണ്ണ്, ഫുള്ള് ചളി. രാക്ഷസി അങ്ങോട്ട് മരത്തിന് മുകളിൽ ഒച്ച പറക്കലിന് കയറി. ഉണ്ണിനെ ഒച്ച തീ പിടിച്ചിട്ട് വീട്ടിലേക്ക് വന്നു. വാതിൽ തുറന്ന് രാക്ഷസീൻ്റെ മോളാണ്. എന്നിട്ട് രാക്ഷസീൻ്റെ മോള് ചോദിച്ചു, ഈ കുത്തി ഏതാണ്? ഇതാണ് ഉണ്ണി. ഇതിനെ പിടിച്ച് തിന്നാനാണ് ഞാൻ ഇതിനെ പിടിച്ചു കൊണ്ടുവന്നത്. ഞാൻ ഒന്ന് കുളിക്കാൻ പോകട്ടെ, മുകളിൽ ഫുള്ള് ചളിയായി, ഒന്നുകൂടി കുളിക്കണം എനിക്ക് എന്നും പറഞ്ഞിട്ട് കുളിക്കാൻ പോയി. എനിക്ക് കുട്ടീനെടുത്ത് രാക്ഷസീൻ്റെ മോള് ഹൈഡ് ആൻഡ് സീക്ക് കളിച്ച്. കുട്ടി ഇങ്ങനെ നോക്കുക എവിടെയാണ് പുറത്തേക്ക് പോകാനുള്ള സ്ഥലം. എല്ലാം വലിയ ഡോർസാ, വലിയ ലോക്സാ. എന്നിട്ട് തുറക്കാൻ പറ്റൂല ഒന്നിക്ക്. വലിയ ലോക്സും വലിയ ഡോർസും അല്ലേ, അതുകൊണ്ട് പറ്റിയില്ല. എന്നിട്ട് നോക്കിയപ്പോൾ എന്ത് രാക്ഷസീൻ്റെ മോള് ഇങ്ങനെ തല ചൊറിയുന്നു. അപ്പോൾ ഈ ഉണ്ണി ചോദിച്ചു, ചേച്ചി എന്താ എപ്പോഴും തലയിൽ ഇങ്ങനെ ചൊറിയുന്നത്? അപ്പോൾ രാക്ഷസീൻ്റെ മോള് പറഞ്ഞു, മോനെ എൻ്റെ തലയിൽ ഫുള്ള് പേനാണ്, അത് ഒരു ഇൻസെക്റ്റാണ്, മുടിയിലുണ്ടാവും. അപ്പോൾ ഈ ഉണ്ണി രാക്ഷസീൻ്റെ മോളോട് പറഞ്ഞു, എൻ്റെ അമ്മേൻ്റെ തലയിൽ പേനില്ലപ്പോൾ ഞാൻ അതിനെ നോക്കി നോക്കി പറിച്ച് കൊല്ലും. ചേച്ചി കിടക്ക്, ഞാൻ ചേച്ചീനെ ആ പേനുകളിൽ നിന്ന് രക്ഷപ്പെടുത്താം, അങ്ങോട്ട് കിടക്ക്. ഉണ്ണി അങ്ങോട്ട് രാക്ഷസീൻ്റെ മോളെ കിടത്തിപ്പിച്ചു. എന്നിട്ട് നല്ല സുഖമുണ്ട് രാക്ഷസീൻ്റെ മോൾക്ക്. മോളങ്ങോട്ട് ഉറങ്ങിപ്പോയി. താഴെ ആ കത്തി വെച്ചിട്ട് ഉണ്ണി കൊന്നു രാക്ഷസീൻ്റെ മോളെ. എന്നിട്ട് കിണ്ടിയിൽ ചോര വെച്ചു. എന്നിട്ട് കറിയാക്കി ഇതിൽ വെച്ചു. രാക്ഷസി നീറ്റ് വന്നു. എന്നിട്ട് മോളെ വെയിറ്റ് ചെയ്തു. പക്ഷെ കൊതി കാരണം മോളെ ഒന്നും വിചാരിച്ചില്ല, ഒറ്റയടിക്ക് തിന്നു. ഈ കുത്തി എന്ന് വെച്ചാൽ ഉണ്ണി മേൽക്കൂരയിലായിരുന്നു. എന്നിട്ട് ഇത് കണ്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ണി ചിരിച്ചു പറഞ്ഞു, അയ്യേ അത് നിന്റെ മോളാണേ എന്നും പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. രാക്ഷസിൻ്റെ മനസ്സിലായി, ഉണ്ണി മരിച്ചിട്ടില്ല, എൻ്റെ മോളാണ് മരിച്ചിരിക്കുന്നത്. എന്നിട്ട് നേരെ രാക്ഷസി മേൽക്കൂരയിലേക്ക് ചാടി. ഉണ്ണി ഒരു മരത്തിലേക്ക് ചാടി, ചക്കേൻ്റെ മരം. എന്നിട്ട് വെള്ളത്തിലേക്ക് ഒരു ചക്ക ഇട്ടു.
എന്നിട്ട് രാക്ഷസി വിചാരിച്ചു, അയ്യോ ഈ കുട്ടി വെള്ളത്തിൽ വീണല്ലോ, ഇന്ന് ഇവൻ്റെ ലാസ്റ്റ് ദിവസമാണ്, ഇന്ന് നീ തീരുവതാ എന്ന് വിചാരിച്ച് വെള്ളത്തിലേക്ക് ചാടി. നടുക്കെത്തിയപ്പോഴത്തേക്കും ഉണ്ണി ഒരു ചക്കയും കൂടി എത്തി രാക്ഷസീൻ്റെ തലയിൽ അങ്ങോട്ട് എറിഞ്ഞു. വെള്ളത്തിൽ വീണ് രാക്ഷസീൻ്റെ തലേന്ന് ചോര വന്ന് രാക്ഷസി അങ്ങോട്ട് മരിച്ചു. ഒന്ന് സന്തോഷമായിട്ട് വീട്ടിൽ പോയി. എങ്ങനെയുണ്ട് പാലപ്പൊന്നീൻ്റെ കഥ? സൂപ്പറല്ലേ? നിങ്ങളും ബ്ലോഗിൽ ഈ കഥയൊക്കെ പറയണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ. 200 subscribers. Don't forget. Bye.